أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ചർച്ച നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ റമീൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഒരു വിഷയം നൽകുകയും ആ വിഷയത്തിൽ ജമാല് എന്ന് പറയുന്ന ഒരാളെ ഇങ്ങ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജമാൽ എന്ന ആളെ ഇതിൽ അഡ് ചെയ്തിട്ട് ചർച്ച ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. വിഷയം പല തവണയായിട്ട് റമീല് ഇവിടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ജമാൽ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി റമീല് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ ഓർമ്മയനുസരിച്ച് നമ്മുടെ റമീല് ഇവിടെ തന്ന വിഷയം സൃഷ്ടി കഴിവിന് അതീതമായ സഹായ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്നത് ശിർക്കാണ് എന്ന വാദമാണ് റമീല് ഉന്നയിച്ചിരുന്നത്. അത് വിശദമായി ചോദിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം ഞാൻ തേടിയ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നു: സൃഷ്ടി കഴിവിന് അതീതമായ കാര്യമാണ് രോഗശമനം. ഒരു മനുഷ്യന് രോഗശമനം കിട്ടുക എന്നുള്ളത് അള്ളാഹു മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്നിരിക്കെ ഈ രോഗശമനത്തിന് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സൃഷ്ടിയോട് സഹായം തേടുന്നത് ആ റമീലിൻ്റെ വാദമനുസരിച്ച് ശിർക്കാണ് എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ചോദിക്കുമ്പോൾ ആ എന്നും പറയില്ല, ഇല്ല എന്നും പറയില്ല. അവിടെ ഒരു പ്രസംഗത്തിനുള്ള ചാൻസാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ജമാൽ സാഹിബ്, നിങ്ങളോട് ചോദിക്കാനുള്ളത്, സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന വാദം ഈ റമീൽ. അതെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൃഷ്ടി കഴിവിന് അതീതമായ ഒരു കാര്യം, അതായത് ഫിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതാണല്ലോ സൃഷ്ടി കഴിവിൻ്റെ അതീതം. സൃഷ്ടികൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു കഴിവുണ്ട്. ആനക്ക് ആനയുടേതായ ഒരു കഴിവുണ്ട്, തേനീച്ചയ്ക്ക് തേനീച്ചതായ ഒരു കഴിവുണ്ട്, മനുഷ്യന് മനുഷ്യൻ്റെതായ ഒരു കഴിവുണ്ട്, നായക്ക് നായയുടേതായ ഒരു കഴിവുണ്ട്. അതല്ലാത്തൊരു കാര്യം ആ സൃഷ്ടിയോട് ചോദിക്കുന്നത് ഒന്നെങ്കിൽ അത് വട്ടാവണം അങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയും എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ സൃഷ്ടിയുടെ കഴിവിൽപ്പെടാത്തൊരു കാര്യം സൃഷ്ടിയുടെ കഴിവിനോട് ചോദിക്കുമ്പോൾ, സൃഷ്ടിയുടെ കഴിവിൽപ്പെടാത്തൊരു കാര്യം സൃഷ്ടിയോട് ചോദിക്കുമ്പോൾ, അത് സൃഷ്ടിക്ക് നടത്തിത്തരാൻ പറ്റും എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കഴിവിൽ പങ്കുചേർക്കൽ തന്നെയാണ്. കാരണം എന്താ? അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അതാണ് ഞാനിവിടെ ആദ്യം ചോദിച്ചത്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, സൃഷ്ടികൾക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? സൃഷ്ടികൾക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളുടെയും തൗഫീഖ് അള്ളാഹുവിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുകയും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുകയും വേണം. ഇതാണ് മുജാഹിദുകളുടെ വാദം. എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ഒരു കാലത്തും ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കുമാണ്. മനസ്സിലായില്ലേ? വളരെ ക്ലിയർ ആണ് ഞങ്ങളുടെ വാദം. സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ചില കഴിവുകളുണ്ട്. അതായത് ഓരോ സൃഷ്ടിക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള ചില കഴിവുകളുണ്ട്, സൃഷ്ടികളുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ. ആ കഴിവിൽ സൃഷ്ടികളോട് കാര്യങ്ങൾ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാവുന്നതാണ്. എന്നാൽ ആ കഴിവ് നൽകുന്നവൻ അള്ളാഹു ആണെന്നിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന സൃഷ്ടി കഴിവിന് അതീതമായ ചില കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കഴിയുന്നതുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതിന് ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുമുണ്ട്. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഓക്കെ, സൃഷ്ടി കഴിവിന് അതീതമായ കാര്യത്തിന് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്ന വാദം റമീലിൻ്റേത് മാത്രമല്ല, ജമാൽ അടങ്ങുന്ന മുജാഹിദ് ഗ്രൂപ്പിൻ്റേത് കൂടിയാണ് എന്ന് സമ്മതിച്ച് അത് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് ആ ചോദ്യം ഒന്നുകൂടി എല്ലാവർക്കും തിരിയുന്ന വിധത്തിലാകാൻ വേണ്ടിയിട്ട് രോഗശാന്തി, രോഗശമനം, ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ
രോഗത്തിന് ഷാഫി അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യവും. എന്നിരിക്കെ രോഗശമനത്തിന് അള്ളാഹു അല്ലാത്തവരോട് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം തേടിയാൽ, രോഗശമനം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ, രോഗശമനത്തിന് മറ്റൊരാൾക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ഒരു ഡോക്ടറോട് ചെന്നിട്ട് എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണം എന്നൊരു മനുഷ്യൻ പറയുന്നു. ഇതോടുകൂടി അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറി കടക്കും, അവൻ മുശ്രിക്കാകും, അവൻ ചെയ്തത് ശിർക്കാണ് എന്നാണോ ജമാല് വാദിക്കുന്നത്? അത് നമുക്കറിയണം. പിന്നെ സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവ്, സൃഷ്ടികൾക്ക് ചില അടിസ്ഥാന കഴിവുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൃഷ്ടികളുടെ അടിസ്ഥാന കഴിവ്, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അടിസ്ഥാന കഴിവ്, ആ അടിസ്ഥാന കഴിവിന്റെ അപ്പുറം ആ മനുഷ്യൻ ചെയ്യൂലല്ലോ. അടിസ്ഥാന കഴിവേ മനുഷ്യന് കിട്ടുള്ളല്ലോ എന്നാണ് ജമാലിന്റെ വാദത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അടിസ്ഥാനമായിട്ട് എല്ലാ മനുഷ്യർക്കും ചില കഴിവുകളുണ്ട്, അതിന്റെ അപ്പുറമുള്ളത് അവരോട് ചോദിക്കാൻ പാടില്ല. ആ അടിസ്ഥാന കഴിവ്, ഒരു മനുഷ്യന്റെ അടിസ്ഥാന കഴിവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഒരു പോംവഴി ഉള്ളത്? ഇവിടെ ഈ ലോകത്ത് വന്ന പല മനുഷ്യരും വിവിധ വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിച്ചതായിട്ട് ഖുർആനിലും ഹദീസുകളിലും ധാരാളം നമ്മൾക്ക് പരിധി നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സൃഷ്ടി കഴിവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവ്, ഒരു മനുഷ്യൻ എത്രത്തോളം കഴിവുണ്ട്? അള്ളാഹുവാണ് രോഗം ശമിപ്പിക്കുന്നതെന്ന് അറിയുന്ന ഒരാളും തന്നെ ഡോക്ടറോട് പോയിട്ട് ഡോക്ടറെ എന്റെ രോഗം ശമിപ്പിക്കണേ എന്ന് പറയാറില്ല. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ആരും പറയാറില്ല. ഡോക്ടറോട് എന്നെ ചികിത്സിക്കണേ എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാഉൻ ഫൈദാ ഉസീബ ദവാഉ ദാഇ ബറഅ ബിഇല്ലാഹി അസ്സ വജൽ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ആ മരുന്ന് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. ആ മരുന്ന് ഫലിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ്, അള്ളാഹു അസ്സ വജലിന്റെ കഴിവ് കൊണ്ടാണ്. അപ്പോൾ അത് വിശ്വസിക്കുന്നത്, അത് അറിയുന്ന ഒരു മുസ്ലിം ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്റെ രോഗം ശമിപ്പിക്കണേ എന്ന് പറയില്ല. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച അസ്ബാബുകളുണ്ട്, ഒരു രോഗത്തിനുള്ള മരുന്ന്, അത് അയാളോട് ചോദിക്കുന്നു, അതിനുള്ള ചികിത്സ അയാൾ നൽകുന്നു, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ യാതൊരു ചികിത്സയും നൽകാതെ, യാതൊന്നും നമുക്കൊന്നും നൽകാത്ത മരിച്ചുപോയ ഒരാളോട് എന്റെ രോഗം മാറ്റിത്തരണേ മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് പറഞ്ഞാൽ അവിടെ അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അവിടെ മൊഹീദ്ദീൻ ഷെയ്ഖ് നിങ്ങൾക്ക് മരുന്ന് തരുന്നില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല, ആ അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അവിടെ ഷിർക്ക് വന്നു. ഇനി നിങ്ങൾ ഡോക്ടറോട് തന്നെ, ഡോക്ടറാണ് എന്റെ രോഗം ശമിപ്പിക്കുന്നവൻ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ചോദിച്ചെങ്കിൽ അവിടെയും ഷിർക്ക് വന്നു. കാരണം അത് ഡോക്ടറുടെ കഴിവല്ല രോഗം ശമിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇതാ മരിൽത്തു ഫഹുവ യശ്ഫി, അള്ളാഹു വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞതാണ്. എനിക്ക് രോഗം വന്നാൽ അള്ളാഹുവാണ് ശമിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞതാണ്, അത് ഖുർആനിൽ വന്നതാണ്. രോഗശമനം ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ അങ്ങനെ ചോദിക്കൂ, സാധാരണ മനുഷ്യരങ്ങനെ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എന്റെ രോഗം ഒന്ന് മാറ്റിത്തരണം, ഞാൻ കുറെ ചികിത്സിച്ചു, നിങ്ങൾ ഈ രോഗം ഒന്ന് മാറ്റിത്തരണം എന്ന് പറയാറുണ്ട് പല മനുഷ്യരും. ഞാനും അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന ചോദ്യം. സൃഷ്ടി കഴിവിന് അതീതമായ കാര്യമാണ് രോഗശമനം. അത് സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ മരിച്ചതും മയ്യത്തും ജനിച്ചതും ഒക്കെ ഇവിടുന്ന് വന്നതാണ്. നിങ്ങളിപ്പോ വ്യവസ്ഥയില്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഉടനെ തന്നെ വല്ലാതെ താമസമില്ലാതെ പോകുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലാകുന്നുണ്ട്. ആ കാര്യത്തിൽ പെട്ടതാണിത്. എന്ത് വ്യവസ്ഥ നിങ്ങൾക്ക് പറയാനുള്ളത്? വോയിസ് തന്നെ വേണം എന്നുള്ള എന്താ? അത് മൂല്യര് ശരിക്കും കേട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആരും ഡോക്ടറോട് പോയിട്ട് രോഗം ശമിപ്പിക്കണേ എന്ന് പറയാറില്ല. എന്റെ രോഗം ശമിപ്പിക്കണേ എന്ന് ഡോക്ടറോട് പോയിട്ട് ആരും പറയാറില്ല. ചികിത്സയാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കുന്നതും മരിച്ചവരോട് ചോദിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മരിച്ചവർ അവിടെ സ്ഥലത്തില്ല, ഗായിബാണ്, എല്ലാം കാണുന്നവരും കേൾക്കാനുമുള്ള കഴിവ് അവർക്കില്ല. ഡോക്ടറോട് നിങ്ങൾ നേരിട്ടാണ് ചോദിക്കുന്നത്, ഡോക്ടർക്ക് കാണാനും കേൾക്കാനുള്ള കഴിവുണ്ട്. ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുന്നത് ചികിത്സയാണ്, രോഗശമനമല്ല. രോഗശമനം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? രോഗശമനം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. അത് ഡോക്ടറോട് ചോദിക്കാനേ പറ്റില്ല. ആരും ഡോക്ടറോട് രോഗശമനം എനിക്ക് നൽകണേ എന്ന് പറയാറില്ല. എനിക്ക് നിങ്ങൾ ചികിത്സിക്കണേ എന്നേ പറയാറുള്ളൂ. ഡോക്ടർ പറയാറുണ്ടോ ഞാൻ നിങ്ങൾക്ക് രോഗശമനം നൽകാന്ന്? ഞാൻ നോക്കട്ടെ. നിങ്ങൾ അവസാനം ഡോക്ടർ എപ്പോഴും പറയാറുണ്ടോ നിങ്ങൾക്ക് ഞാൻ രോഗം ശമിപ്പിച്ചു തരാന്ന്? ഏതെങ്കിലും ഡോക്ടർ പറയാറുണ്ടോ? ഡോക്ടർക്ക് തന്നെ അറിയാതെ ഡോക്ടറെ കഴിവപ്പെട്ടതല്ലാന്ന്, രോഗികൾക്കും അറിയാതെ ഡോക്ടറെ കഴിവപ്പെട്ടതല്ലാന്ന്. രോഗികളെ ചോദിക്കാറുമില്ല. നിങ്ങൾ എന്തിനാ ഡോക്ടറെ വലിച്ചുകൊണ്ട് നിൽക്കണം? ഇവിടെ നിങ്ങൾക്ക് മരിച്ചുപോയ മയ്യത്തുകളോട് ചോദ്യം ചോദിക്കാനുള്ള തെളിവിനാണെങ്കിൽ, മരിച്ച മയ്യത്തുകൾ നമ്മുടെ അടുത്ത് ഹാജരില്ലാത്ത ആളുകൾ ഇത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് വ്യത്യാസം നിങ്ങൾ ചോദിച്ചു. വ്യത്യാസം ഇത് തന്നെയാണ്. മരണപ്പെട്ടവർ നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ചതും എല്ലാം കേൾക്കാനുള്ള കഴിവ് മരണപ്പെട്ട മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അവരോട് ചോദിച്ചാൽ
അവർക്കത് കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ അവരത് കേട്ട് നമുക്ക് ഉത്തരം ചെയ്ത് നമുക്ക് രോഗം ശമിപ്പിച്ചു തരുള്ളൂ. ഈ രോഗശമനം അള്ളാഹുവിനത് മാത്രമുള്ളതാണ്.